മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് സർക്കാർ നിലപാട്. സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തമിഴ്നാടുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കി പ്രശ്നം പരിഹരിക്കുമെന്ന് ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് സർക്കാർ നിലപാട്. സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തമിഴ്നാടുമായി അഭിപ്രായ സമ്പർക്കമുണ്ടാക്കി പ്രശ്നം പരിഹരിക്കും. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ മുമ്പിലുമുള്ളത് മുല്ലപ്പെരിയാർ പ്രശ്നമാണ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് മാത്രമായി തീരുമാനിക്കാൻ കഴിയില്ല. ഇന്നത്തെ സാഹചര്യം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയങ്ങൾ നിൽക്കുന്നത്. സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കഴിയുള്ളൂ. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ഈ പുതിയ ഗവൺമെന്റ് വന്ന ശേഷം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിച്ചു. എല്ലാ ഡാമുകളുമായി ബന്ധപ്പെട്ട റിവ്യൂ നടത്തി. അതിൽ കണ്ട ഒരു കാര്യം, സുപ്രീം കോടതി ആവശ്യപ്പെട്ട പല കാര്യങ്ങളും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിൻ്റെതായി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അടിയന്തരമായി പൂർത്തീകരിക്കാനും സുപ്രീം കോടതി കേരളത്തോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിർവഹിച്ചു കൊടുക്കുവാനും നിറവേറ്റുവാനും ഗവൺമെന്റ് തീരുമാനമെടുത്തു കഴിഞ്ഞു. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇതോടൊപ്പം തന്നെ ഇടുക്കിയിൽ കൃഷിനാശം നേരിട്ടവർക്ക് പരമാവധി വേഗം നഷ്ടപരിഹാരം ലഭ്യമാക്കും. നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കും. തൊട്ടിക്കാന നിവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. പലയിടങ്ങളിലും റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടൽ പാതി വഴിയിലാണ്. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. 2 വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി.